ഹലോ, ഇന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു താറാവ് കറിയുടെ റെസിപ്പി കണ്ടാലോ? അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് 5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കടുകും ഒരു 5 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഇച്ചിരി വലിപ്പം ഉള്ളതായതുകൊണ്ടാണ് 5 എടുത്തേക്കുന്നത്. എന്നിട്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും 4 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് നല്ലപോലെ വഴന്ന് വരുന്ന സമയമാകുമ്പോഴേക്കും അതിലേക്കൊരു 4 സവോള ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിന് കറിവേപ്പിലയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം നമ്മളിത് താറാവൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. ഇത് നാടൻ താറാവാണ് കേട്ടോ, ബ്രോയിലറല്ല. എന്നിട്ട് ഇനി ഇത് അവിടെ ഇരിക്കട്ടെ. നമുക്ക് ആ സമയത്തേക്ക് നമ്മുടെ സവോളയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 3 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മുടെ താറാവ് വേവിച്ച് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. താറാവും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലപോലെ തിളച്ച് വരുന്ന സമയമാകുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ, നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്നും കൂടെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള താറാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ അതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു.